3 കുപ്പി തികയില്ലെന്ന് പ്രഭാരനായരോട് പറ. അതെന്ത് പറ്റി? കറന്നെടുത്താൽ മാത്രം പോരാ, അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം. വെള്ളം ചേർത്താലോ? എന്നിട്ട് വേണം ആ നായർ കുപ്പിയോടെ മുഖത്തറിയാൻ. വിഷമൊന്നും അല്ലല്ലോ, പാലിൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ. വേണമെങ്കിൽ മതി. അത് ശരി, പ്രഭാരനായ ചായക്കടയിൽ നീ നാട്ടുകാര് കുടിക്കണതേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ? നോക്കിക്കൊണ്ട് പോടാ, ചിലപ്പോ വല്ല മീനും കാണുമോ നീ? മീനൊന്നും കേറിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ 2 മീൻ ഇപ്പൊ കേറിയാൽ എന്താ? ഉച്ചയ്ക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം. പാല് വെള്ളം പോലെയാണല്ലോ. പാല് വെള്ളം പോലെ അല്ലാതെ പിന്നെ കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാലായിരിക്കണം. ഇത് മുഴുവൻ വെള്ള വേണ്ട. അതോ, അത് ഇന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരനാരുടെ അടുത്ത് വേണോ ഈ വിളവ്? ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചു തരുന്നില്ല. നാളെയും പയ്യെ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞേക്ക്. ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ. ഞങ്ങളൊക്കെ കറക്കുന്ന മൊന്തയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നാം തരം ജോലി ഉള്ളതാ. ഗോവിന്ദൻ കൺട്രാക്ടിന്റെ അടുത്തൊന്ന് നീ പോന്നു പറയുന്ന കേട്ടു. പോന്നു. അതുകൊണ്ടെന്താ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാ. അറിയോ? വാചോടിക്കാതെ പോ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഐ ആം ശിവശങ്കർ ഫ്രം പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇരിക്കും. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബീറ്റ് ടോണിക് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവിറ്റേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണോ? പിന്നെ ടേബിൾ കണ്ടോ? കണ്ടു. ബിറ്റ ബീറ്റോളുകാരുടെയാണ്. ദാ ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്സ്? 1000 ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000 ഒരു കളർ ടിവിയും ഒരു വിസിആറും, 10,000 ഒരു ചെറിയ മാരുതി കാർ. ഓ റിയലി? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽത്ത് ടോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭ ശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി. അയാൾ വന്ന് വഴക്കുണ്ടാക്കണ ഇത് ആദ്യമൊന്നുമല്ലല്ലോ. എന്റെ കുട്ടി, ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തലവീന്ന സ്ഥലമൊന്നുമല്ല. അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ, പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ. അമ്മ ആഹാരം കഴിക്കേ. എനിക്ക് വിശപ്പില്ല, ആദ്യം കേറിട്ടാ. പിന്നെ മണ്ണാൻ കേട്ടാ. ഇനി അമ്മ കഴിച്ചിട്ടാ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം. പോരെ? അമ്മ കഴിക്കേ. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ്. എന്ത് വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്നാ. കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ, എന്റെ നേരിൽ കണ്ട മുങ്ങി നടക്കണ നീ എന്നെ കാണാൻ വരെ. എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം.
ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുന്ന് എടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത് ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി, മുതലുമില്ല പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമമുണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗ്ഗങ്ങള്. എടോ, ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. താൻ എന്നെ കോടതി കയറ്റല്ലോ. കേറ്റൂടാ. ഞാൻ കോടതി കയറുന്നത് തന്നെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹിക്കണോ? അന്ന് എന്റെ മരണോ? എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കിരിത്തരാ അതെ, കാട്ടെ. പോക്കരുത്തരാ. താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി കയറ്റണ്ടേ? അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ലെന്ന് വരും. അതിന് നിനക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും, മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. അപ്പൊ കാണാം. കാണണം. കാണണം കാണണം എന്താ പറയാ. ഏട്ടനപ്പോ വന്നു. സന്ധിക്കെത്തി. പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാരയും അരിയും മുളകും ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ബാലിന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏട്ടത്തെയും മുളകൊക്കെ സുഖമായിരിക്കുന്നില്ലേ? തോന്നൂല്ല. പ്രേമേ, എന്തേട്ടാ? ഏതാടി ഈ സാരി? വല്യേട്ടൻ കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക. പെണ്ണ് സാരി എടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ? ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ? അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണമെങ്കിൽ കാശ് എത്ര കൊടുക്കണമെന്നാ? അതിനെന്താ, ഇപ്പൊ നല്ല വരവല്ലേ? വരവോ? ചേട്ടനോട് ആര് പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ, മൂത്തോര് പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കണം. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ. ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1800 രൂപ ശമ്പളം. ഒന്ന് കണ്ണടച്ചാ കാശ് വേറെ. അതിട്ടിട്ട് പോകുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചിയും തൂക്കി പിടിച്ച് നടക്കുക. അതാവുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശാനേട്ടാ, നല്ല വേഷം ധരിച്ചടക്കാൻ. പഠിക്കുന്ന കാലത്ത് 2 മുണ്ടും 2 ഷർട്ടും ഇട്ടാ ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണിക്കിടരുത്. എനിക്കതേ പറയാനുള്ളൂ. അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ. ഇപ്പൊ എനിക്ക് കുടുംബമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടൻ പറയണ്ട. മാസം 300 റുപ്യ തരും. പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ബാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്. 10,000 റുപ്യ കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴോ? പഴമെന്ന് പറഞ്ഞാ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി. വയസ്സായി ചത്തതാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറിൽ കൊണ്ടുചെല്ലാമെങ്കിൽ 3,000 റുപ്യ തരാമെന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പമാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ലല്ലോ. ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്. ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ടോ? വിഷമിച്ച കാശ് കിട്ടുമോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? അതാണ്ട് ഇങ്ങോട്ട് അതോട്ട് അതോട്ട്. കിടത്തല്ലേ കിടത്തല്ലേ. ഇങ്ങോട്ട് പിടിച്ച് ഒന്ന് പിടിച്ചോ. മൂത്തി അത് ഓർമ്മയുണ്ടെന്നേ.
ഒരാൾ നീ പുറമെ ആ വിളി ആ അടച്ചോ വാ ആ ശകലം കൂടെ വേണ്ട വണ്ടി ഓടിക്കാനുള്ള ഇതാ വായിലോട്ട് വെച്ചോട് അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മള് വെള്ളത്തിലാവാച്ചാനെ അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെന്ന് വലിക്കേ ഉറങ്ങല്ലേ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല ഉറങ്ങരുത്. ഇവിടെ വടകരി വടകരയെത്തും എത്തും വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു അടിപിടി ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു. വടകരയുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ പഴവേ. ആഹാ കൈയും കാലിന് വെറുതെ ഞങ്ങളെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ? ചങ്ങാതി സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ. മൊത്തമുണ്ടല്ലോ. ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചുടത്തുന്നത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഹലോ അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി. ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി. അപ്പൊ എന്താ പറ്റിയടാ? പടച്ചോനെ ചതിച്ചാ എന്താ പറ്റിയടാ? നോക്കണ്ട നീ നിന്നും എന്താ ആക്സിൽ ഒടിഞ്ഞ കേട്ടാ. അയ്യോ നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല. നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റൂ. 500 രൂപയും പോയി, ഉറക്കവും പോയി. 500 രൂപ പോകുന്നേ പോട്ട്, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാനില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ചെന്നേരം ഉറങ്ങ്. ഓ ഗുഡ് നൈറ്റ്. വെള്ളം നെയ്തിച്ചോറാണ്. ദാ കഴിച്ചോളൂ. എന്താ കരയണേ? നിങ്ങൾ ആരാണ്?
ഇവിടെ ആരുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. വന്നോളൂന്നേ, ഞാൻ നുണ പറഞ്ഞതല്ല. എല്ലാവരും പോയിരിക്ക. ഏടത്തിയുടെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛനും ഏടത്തിയും അമ്പലത്തില് ഒരടിയന്തരമുണ്ട്. ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു. പല്ലുവേദന. പല്ലുവേദന ഉണ്ടോ കുട്ടിക്ക്? ഹേയ്, എന്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല. ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. പാവം, എന്നെ അത്ര ഇഷ്ടാ. മുറിഞ്ഞിടത്ത് നല്ല വേദന ഉണ്ടല്ലേ? എങ്ങനെയാ മുറിഞ്ഞത്? വെടി കൊണ്ടതാ. ഈശ്വര, വെടി കൊള്ളേ? നെഞ്ചി കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം. ഇത് വേദന കൈ അനങ്ങിയ സഹിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. തൊട്ടാൽ അറിയാം. എല്ലില് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? എല്ല് പൊട്ടിയാൽ ഇങ്ങനെയാ. നീര് വന്നിപ്പോ കൈ ഇത്രയും ഉണ്ടായേനെ. ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്നിയതാ ചെറുപ്പത്തില്. എന്റെ അമ്മേ, എന്തായിരുന്നു വേദനയും നീരും. ഇത് എല്ലില് കൊണ്ടിട്ടില്ല, ദശയിലാണ്. കുട്ടിക്ക് ഇതൊന്ന് എടുത്തുതരാം. ഞാനോ? അയ്യോ, എനിക്ക് പേടിയാ. ആശുപത്രി പോയി ചെയ്താ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെ കിട്ടിയ ഒരു കൊല്ലും. ആര്? എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട്. അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൂടെ? രക്ഷപ്പെടണം. അതിനു മുമ്പ് ഈ വെടിയുണ്ട എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു. ഞാൻ എങ്ങനെ സഹായിക്കാം? നന്നായിട്ട് നെക്കി നോക്കട്ടെ, മുള്ളെടുക്കണ മാതിരി. മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ? ആ, അച്ഛൻ മുഖം മിനുക്കണ കത്തിയുണ്ട്. അസല് മൂർച്ചയാ. അതൊന്ന് കൊണ്ടുവരാം. കുറച്ച് തുണിയും. എന്നിട്ട് കൊണ്ടുവരൂ. ഇത് അപകടമാവുമെന്ന് കേട്ടില്ല. എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. കടങ്ങൾ വീട്ടണം, പ്രേമയെ കെട്ടിച്ചയക്കണം, നല്ല വീട് വയ്ക്കണം, എൻ്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം. അങ്ങനെ 1000 മോഹങ്ങൾ. അബുവിനും അതെ. എല്ലാം തകർന്നു പോയി. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു. ഇപ്പോ പണമുണ്ട്. 20 ലക്ഷം രൂപ. ഏതോ ഒരു ഭാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടുംപുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ. ഏടത്തിയുടെ ഭർത്താവ്, അയാൾ എന്നും കുടിക്കും. പിന്നെ എന്തൊക്കെ വൃത്തിയേടാ പറയാന്നറിയോ? അസത്ത്. അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ടി ഈശ്വര? എന്നെ പേടിയുണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് പേടിയുണ്ട്. പേടിക്കണ്ട. അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടാ. മറക്കില്ല, മരണം വരെ മറക്കില്ല. ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. എന്റെ പേരോട് ചോദിച്ചില്ല. സ്നേഹലത എന്ന ശരിക്കും പേര്. തങ്കമെന്ന് വിളിക്കും. അച്ഛൻ തങ്കക്കുട്ടിന്ന്. തങ്കം. തങ്കം തന്നെയാണ് കുട്ടിയുടെ മനസ്സും. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആരോടും പറയാതെ എന്തിനാ ഇത്രയും ദയ എന്നോട് കാണിക്കുന്നത്? അച്ഛനോട് പറയണം തന്നെ വിചാരിച്ചേ. പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി. 3 പ്രാവശ്യം കമിഴ്ന്ന് തന്നെ വീണേ. ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണം എന്നായിരുന്നു.
ഈ കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചേരാ. വെടിയുണ്ടായിരിക്കുന്നതിന്റെ മുകളിൽ. ഷർട്ട് വേണേ കയറിക്കുള്ളൂ. അമ്മേ, ഇത് പിടിച്ചോണ്ട് കിടന്നോളൂ. അനങ്ങരുത്. തങ്കക്കുട്ടി, എത്ര നേരായി വിളിക്കണ്? ഈ വാതിലെല്ലാം അടച്ചുകൂട്ടി എന്തെടുക്കായിരുന്നു? ഉറങ്ങിപ്പോയി. ഇങ്ങനൊരു ബോധമില്ലാണ്ടാ പെൺകുട്ടികൾ ഉറങ്ങ? പല്ലുവേദന കുറഞ്ഞോ നിന്റെ? കുറഞ്ഞു. തിരുമേനി ഒരു മരുന്ന് തന്ന് ഞാനത് ശശിധരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇവനിവിടെ വന്നപ്പോ വാതെല്ലാം പൂട്ടിയിരിക്കണു. വിളിച്ചിട്ട് അനക്കോ ഇല്ല. ഭയപ്പെടാൻ വേറെ എന്താ വേണ്ടേ? ഓട് പൊളിച്ചിറങ്ങി നോക്കിയാലെന്താന്ന് വിചാരിച്ചതാ ഞാൻ. പെൺകുട്ടികളുടെ മനസ്സാണേ. തോമാബുദ്ധി എപ്പോഴാ തോന്നുന്നു പറയാൻ പറ്റില്ല. ഇന്നലെ മാസിയിൽ വായിച്ചായിരുന്നു എന്ത്? ഒരു കഥ. ഒരു കഥക്കാരൻ. അവനോട് ദേഷ്യപ്പെടേണ്ട, നിവേദ്യം ആയിക്കൊണ്ട് പോവുക. ചെന്നിട്ട് 100 കൂട്ടം പണി ബാക്കിയാ. ഇടത്ത് കഴിക്ക നിവേദ്യം വാങ്ങ. എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ? കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. തങ്കത്തിന് വഴക്ക് പറയണ്ടാവാരേ. പുളിയവിടെ തങ്കം മരുന്നിവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ. വരാ. ഇപ്പൊ മാറും വേദന. പള്ളിന്ന് കൊണ്ടുവന്ന ഭസ്മ. അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം. ഈ ഉടുപ്പും കൂടെ ഊരി തന്നാ ഞാൻ തിരുമ്പിടാം. തെക്കേക്കെട്ടിലൊരു കുളിമുറിയും കക്കൂസും ഉണ്ട്. ഞാൻ വെള്ളം കോരി വെച്ചേരാം. സുഖമായിട്ടൊന്ന് കുളിച്ചാ ക്ഷീണം പകുതി മാറും. കുളി കഴിഞ്ഞാ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട്. വെളിച്ചപ്പാട് നെറുകയിലിടുന്ന മഞ്ഞപ്പൊടിയാ. മുറിവ് പെട്ടെന്ന് കരിയും. പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ഒരുങ്ങാൻ എന്താ ഉള്ളത്? പ്രസാദം. ശത്രുസംഹാര പൂജ കഴിച്ചു. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൊട്ടു തരട്ടെ? ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു. ഈയിടെയായി അച്ഛനോടും ഏടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയണത്. ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും? ഒരാഴ്ചയായിട്ട് സമാധാനായിരുന്നു. ഒരു ഉറപ്പ്, എന്തുണ്ടായാലും രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ. ആരും ചെയ്യാത്ത സഹായമാണ് തങ്കം എനിക്ക് ചെയ്തത്.
നന്ദി. നന്ദി എനിക്കിഷ്ടല്ല വാക്ക് തന്നെ. കള്ളത്തരാ അത്. വലിയ പണക്കാരനൊക്കെ ആവുമ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി. ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്താ സന്തോഷായി. തങ്കത്തിനെ ഞാൻ വന്ന് കാണും, സത്യം. ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിണ്ണേമേ മാലയും കെട്ടിയിരിക്കണുണ്ടാവും ഞാൻ. ചിലപ്പോ എഴുത്തിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളായി ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, അതുണ്ടാവില്ല. പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാരം താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ വീട്ടിന്റെ കഴുക്കോലിന്. പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. പെട്ടി നിറയെ പണം ഉള്ളപ്പോ എന്തിനാ ഇനി നെയ്തിച്ചോറ് അല്ലേ? ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ തങ്ക ഇത് കണ്ടോ? എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ. എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണം. ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ?